ഇന്ന് പുതുവർഷം 2024 ആദ്യ ദിവസം. ഒരു പുതിയ വർഷം കൂടി നമുക്ക് സമ്മാനിച്ച കർത്താവിന് ആദ്യം തന്നെ നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഈ പുതുവർഷത്തിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കർത്താവിനോടൊപ്പം വിശ്വാസത്തോടെ ചേർന്ന് നിൽക്കാം. കർത്താവ് നിങ്ങളെ കഴിഞ്ഞ വർഷത്തിൽ കാത്തു പരിപാലിച്ചതുപോലെ ഈ വർഷത്തിലും നിങ്ങളെ എല്ലാവിധ ആപത്തിൽ നിന്നും, അപകടത്തിൽ നിന്നും, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും കാത്തു പരിപാലിച്ച് സംരക്ഷിക്കും. പുതുവർഷത്തിലെ ഈ ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് 3 നിയോഗങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാവുന്നതാണ്. ഈ 3 നിയോഗങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ ഒരു വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ 3 നിയോഗങ്ങളിലും കർത്താവ് ഈ വചനത്തിലൂടെ അത്ഭുതം പ്രവർത്തിക്കും. ഈ പ്രാർത്ഥനയുടെ അവസാനം വരെ നിങ്ങൾ പങ്കുചേരുക. കാരണം പ്രാർത്ഥനയുടെ കുറവ് മൂലമാണ് പല സങ്കടങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. പ്രാർത്ഥനയില്ലാതിരിക്കുമ്പോൾ പല പൈശാചിക പ്രവർത്തനങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അതിനാൽ കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. 1 പത്രോസ് 5-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവത്തിന്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ. അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. എന്റെ കർത്താവേ, കഴിഞ്ഞ വർഷത്തിൽ കർത്താവ് എനിക്ക് തന്ന എല്ലാ കൃപകളെ ഓർത്തും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എന്റെ കർത്താവേ, കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഞങ്ങൾ കടന്നു പോയെങ്കിലും അതിൽ നിന്നൊക്കെ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ച് അങ്ങയുടെ വലതുള്ളം കൈയിൽ പൊതിഞ്ഞ് സംരക്ഷിച്ചതിന് അങ്ങേക്ക് നന്ദി. ഈ വർഷത്തിലും അങ്ങ് ഞങ്ങളെ എല്ലാവിധ ആപത്തിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അസുഖങ്ങളിൽ നിന്നും, പ്രതിസന്ധികളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഞങ്ങളുടെ മനസ്സിന് ശാന്തിയും സമാധാനവും സന്തോഷവും ആരോഗ്യവും ദീർഘായുസ്സും തന്ന് അനുഗ്രഹിക്കണമേ. എന്റെ കർത്താവേ, ഈ നിമിഷങ്ങളിൽ കടഭാരത്താലും ഭവനമില്ലാതെയും മക്കളില്ലാതെയും ജോലിയില്ലാതെയും സ്നേഹിക്കപ്പെടാൻ ആരുമില്ലാതെയും വിവാഹ തടസ്സങ്ങളാലും രോഗാവസ്ഥകളാലും പട്ടിണി അവസ്ഥകളാലും ബുദ്ധിമുട്ടുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ മക്കളുടെ എല്ലാവരുടെയും കണ്ണുനീർ അങ്ങ് കാണണമേ. അവരുടെ അവസ്ഥകളിൽ മാറ്റം വരുത്തി
ഇവർക്ക് സന്തോഷം നിറഞ്ഞ ജീവിതം നൽകണമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, മക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകാർ, അയൽക്കാർ ഇവരെ എല്ലാവരെയും ഈ പുതുവർഷത്തിൽ അങ്ങ് അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ എന്റെ പിതാവേ, അങ്ങ് എന്റെ പിതാവും ഞാൻ അങ്ങയുടെ ഒരു കുഞ്ഞുമാണെന്ന അറിവ് എത്ര മധുരതരം. പ്രത്യേകിച്ചും എന്റെ ആത്മാവിന്റെ ആകാശങ്ങൾ മേഘാവൃതവും എന്റെ കുരിശ് ഭാരമേറിയതുമാണെന്നറിയുമ്പോൾ, പിതാവേ, അങ്ങേക്ക് എന്നോടുള്ള സ്നേഹത്തിൽ ഞാൻ വിശ്വാസമർപ്പിക്കുന്നു എന്ന് ആവർത്തിക്കേണ്ടതുണ്ടെന്ന് ഞാൻ അറിയുന്നു. ജീവിതത്തിന്റെ എല്ലാ വിനാഴികകളിലും അങ്ങ് എന്റെ പിതാവാണെന്നും ഞാൻ അങ്ങയുടെ കുഞ്ഞാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. അനന്ത സ്നേഹം കൊണ്ട് അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു. രാപ്പകൽ അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നു, എനിക്ക് കാവൽ നിൽക്കുന്നു. അങ്ങയുടെ അനുമതി കൂടാതെ എന്റെ ഒരു തലമുടി പോലും കൊഴിയുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് നല്ലതെന്താണെന്ന് എന്നേക്കാൾ നന്നായി അങ്ങയുടെ അനന്തജ്ഞാനം കൊണ്ട് അങ്ങറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കാൻ അനന്തശക്തിയാൽ അങ്ങേക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മുറിവുകൾ ഉണക്കുന്ന അങ്ങയുടെ കരം ഞാൻ ചുംബിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു. എന്നിലെ വിശ്വാസവും ശരണവും സ്നേഹവും വർദ്ധിപ്പിക്കണമേ. ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും എന്നെ നയിക്കുന്ന അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാൻ എന്നെ പഠിപ്പിക്കണമേ. കുഞ്ഞ് അമ്മയുടെ കൈകളിൽ എന്നതുപോലെ എന്നെ അങ്ങേക്ക് സമർപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പിതാവേ, അങ്ങ് എല്ലാം അറിയുന്നു, കാണുന്നു. എന്നേക്കാൾ നന്നായി അറിയുന്നതും അങ്ങ് തന്നെ. പിതാവേ, ഞങ്ങൾ എപ്പോഴും അങ്ങയിലേക്ക് തിരിയണമെന്നത് അങ്ങയുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് യേശുവിനോടും പരിശുദ്ധ മറിയത്തോടും ചേർന്ന് വിശ്വാസത്തോടെ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ നിമിഷങ്ങളിൽ നിങ്ങളുടെ 3 നിയോഗങ്ങളും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഈ നിയോഗത്തിനായും എന്റെ ഹൃദയത്തെ അവരുടെ തിരുഹൃദയങ്ങളോട് ഒന്നിപ്പിക്കുന്നതിനായും ഞാൻ എന്റെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ആശയടക്കങ്ങളും പ്രവൃത്തികളും അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. ദൈവപിതാവേ, എല്ലാ മനുഷ്യരും അങ്ങയെ അറിയുകയും സ്നേഹിക്കുകയും പ്രത്യേക ഭക്തിയാൽ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന പ്രേഷിതത്വത്തെ ആശീർവദിക്കുകയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. എല്ലാം ക്രമീകരിക്കുകയും ഹൃദയങ്ങളെ സജ്ജീകരിക്കുകയും വാക്കുകളെ വിശുദ്ധീകരിക്കുകയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങനെ അങ്ങയുടെ തിരുഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ദൈവപിതാവേ, ഞങ്ങൾ അങ്ങയെ സവിശേഷമാം വിധം അനുഭവിച്ചറിയുകയും സ്നേഹിക്കുകയും
ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവേ കനിയണമേ. മിശിഹായേ കനിയണമേ. കർത്താവേ കനിയണമേ. മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായേ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവത്തിന്റെ ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭൂമുഖം നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാവിന്റെ രൂപത്തിൽ ഈശോയുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പന്തക്കുസ്ത ദിവസം ശ്ലീഹാന്മാരുടെ മേൽ ആവസിച്ച് അവരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. യേശുവിന്റെ സാക്ഷികളാകാൻ ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുവചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സഭയിൽ നിരന്തരം വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, വിശുദ്ധീകരിക്കണമേ. പ്രലോഭനങ്ങൾ അതിജീവിക്കാൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് പാപബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് നീതിബോധം തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ന്യായവിധിയെക്കുറിച്ച് ഞങ്ങളെ ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങൾക്ക് സമൃദ്ധമായി ജീവൻ തരുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ബോധജ്ഞാനത്തിന്റെ അരൂപിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ
വിശുദ്ധീകരിക്കണമേ. ബുദ്ധിയുടെ ദിവ്യപ്രകാശമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിവേകത്തിന്റെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മശക്തിയുടെ കതിരുകളേകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അറിവിന്റെ പ്രകാശമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഭക്തിയുടെ ചൈതന്യമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവഭയത്തിന്റെ പ്രദീപമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വാസത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രത്യാശയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സ്നേഹത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സന്തോഷത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമാധാനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. എളിമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സൗമ്യതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ക്ഷമയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ആത്മസംയമനത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നന്മയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദയയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഐക്യത്തിന്റെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധിയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വിശ്വസ്തതയുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവമക്കളുടെ ആത്മാവേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരുസഭയുടെ സംരക്ഷകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ദൈവകൃപയുടെ ഉറവിടമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. വേദനകളിൽ ആശ്വാസമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. നിത്യമായ പ്രകാശമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ജീവന്റെ ഉറവയെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ ആത്മാവിന്റെ അഭിഷേകമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സന്തോഷമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രവാചകന്മാരുടെ പ്രചോദനമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അപ്പൊസ്തലന്മാരുടെ അധ്യാപകനെ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. രക്തസാക്ഷികളുടെ ശക്തി കേന്ദ്രമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. സകല വിശുദ്ധരുടെയും ആനന്ദമേ, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കനിയണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കരുണാമയനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിനോടും പുത്രനോടും സമനായ ദൈവവും സകലത്തെയും പവിത്രീകരിക്കുന്ന ആശ്വാസദായകനുമായ പരിശുദ്ധാത്മാവേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങ് നിറയ്ക്കണമേ. അങ്ങ് ഉന്നതനായ ദൈവത്തിന്റെ ദാനവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും
ആത്മീയാഭിഷേകവുമാകുന്നു. അങ്ങ് പിതാവിന്റെ വാഗ്ദാനവും 7 വിധദാനങ്ങളോടും കൂടിയവനുമാകുന്നു. അങ്ങേ ദാനങ്ങളാലും ഫലങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ. വിചാരങ്ങളിൽ നൈർമല്യവും സംസാരത്തിൽ വിനയവും പ്രവൃത്തികളിൽ വിവേകവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ക്ലേശങ്ങളിൽ സ്ഥൈര്യവും സംശയങ്ങൾ അകറ്റാൻ വിശ്വാസവും ജീവിത നൈരാശ്യങ്ങളിൽ പ്രത്യാശയും മറ്റുള്ളവരിൽ അങ്ങയെ ദർശിക്കാൻ സ്നേഹവും ഞങ്ങൾക്ക് നൽകണമേ. സർവശക്തനായ ദൈവത്തോടും ഏകജാതനായ പുത്രനോടും കൂടെ എന്നെന്നും ജീവിച്ചു വാഴുന്ന അങ്ങേക്ക് സ്തുതിയും മഹത്വവും കൃതജ്ഞതയും എന്നെന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.